നമസ്കാരം. ക്രൈം ത്രില്ലറിൽ പ്രതീക്ഷിച്ച ക്ലൈമാക്സ്. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. എല്ലാം അവിശ്വസനീയമായ ഒരു സിനിമ തിരക്കഥ പോലെ. ബോളിവുഡ് താരങ്ങളായ സൽമാൻ ഖാനും സഞ്ജയ് ദത്തും ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിലും മലയാള സിനിമയിൽ ഒരു സൂപ്പർ താരം ക്രിമിനൽ കേസിൽപ്പെട്ട് ജയിലിലാവുന്നത് ഇതാദ്യം. ദിലീപിൻ്റെ അറം പറ്റിയ സിനിമ വെൽക്കം ടു സെൻട്രൽ ജയിലിലെ പാട്ടുപോലെ പോലീസാണ് ഇവിടെ മിന്നും താരം. മിമിക്രി ലോകത്ത് നിന്ന് മര്യാദരാമനായി തുടങ്ങി സിനിമാ ലോകത്തെ കൊച്ചി രാജാവായി മാറിയ ദിലീപ് ക്രിമിനൽ ഗൂഢാലോചനയുടെ സൂത്രധാരൻ കൂടി ആയതോടെ ഗോപാലകൃഷ്ണൻ എന്ന ക്രൈസി ഗോപാലൻ്റെ കഥയ്ക്ക് സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സ്. സിനിമ എന്ന മാന്ത്രിക ലോകം അടക്കി ഭരിക്കാൻ ആഗ്രഹിച്ച മലയാള സിനിമയിലെ ദ ലയൺ ജയിലിലേക്ക് കൊണ്ടുപോകും വഴി ജനം കൂവുന്ന പതനത്തിലേക്ക് എത്തിച്ചേർന്നത് എത്ര പെട്ടെന്നാണ്. പ്രിയമുള്ളവരെ, ബോയ്സ് ഓഫ് സെൻട്രൽ ജയിൽ അവതരിപ്പിക്കുന്ന ലക്ഷ്മണ, ശബ്ദമുണ്ടാക്കല്ലേ. അതെ, എല്ലാം പറഞ്ഞ പോലെ ഒരു ചെറിയ അബദ്ധം പോലും പറ്റിയേക്കരുത്. 2 മണിക്കൂറത്തേക്ക് വാടക കിടത്തങ്ങനെ കാണാം. ഈശ്വര, അവള് പെട്ടെന്ന് വരണേ. ഡേ, അവള് വരുമ്പോ ഒരു സംശയം കൊടുക്കാതെ അടുത്ത് നിന്ന് അവളുടെ ബാഗ് പെട്ടെന്ന് തട്ടിയെടുക്കണം. എന്നിട്ട് നീ ഓടി വന്ന് കാറി കയറണം. അവളോട് നിന്റെ പിന്നാലെ എത്തുമ്പോ വലിച്ച കാറിലേക്ക് ഇട്ടേക്കണം. പെട്ടെന്ന് ഞാൻ ക്ലോറോഫോം എടുത്ത് മുഖത്ത് പൊത്തു. ഉടനെ നമ്മൾ സ്ഥലം വിടുന്നു. ഓക്കേ ഓക്കേ. മിണ്ടരുത്. നിന്നെ ഞങ്ങൾ തട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. വിളിക്ക, ആരെയാണെന്ന് വെച്ചാ വിളിക്ക. ഇന്നുച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ 5 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ നീ ഇനി പുറം ലോകം കാണില്ല. പറഞ്ഞ സമയത്ത് പൈസ തന്നില്ലെങ്കിൽ നിനക്കൊന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ആദ്യം ഇവൻ നിന്നെ ബലാത്സംഗം ചെയ്യും. ഇപ്പൊ ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട. ബോധം വീണാൽ ഇവൻ ബാലങ്കിയ നായരാ. നിന്നെ വെപ്പിച്ച് ചീന്തക്കും. കാണ പ്രധാനപ്പെട്ട ഒരാളെ ഇപ്പോഴും കിട്ടേണ്ടതായിട്ടുണ്ട്. അയാളെ പിടികൂടാനുള്ള ത്വരിതമായ ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. Check it out, yo. Wah, wah. I break it down. Yeah, yeah. Check it out, yo. Wah, wah. I bring the beat back. Come on. Just come and dance with me. Wah, wah. Check it out, yeah. അത് പോലീസ് പറയുന്നത് പിടികൂടാനാവുമെന്ന് തന്നെയാണ്. അതിൻ്റെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കും. സ്റ്റേറ്റ് പോലീസ്, തമിഴ്നാട് CID ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. കേസിന് വല്ല പുരോഗതി ഉണ്ടോ അത് പറ. കേസ് വളരെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. സംശയം തോന്നുന്ന ആളെ ഇപ്പൊ തന്നെ പോയി അറസ്റ്റ് ചെയ്യാൻ സാർ ഞങ്ങളോട് പറയരുത്. നിങ്ങൾ ആരെ സംശയിക്കുന്ന പറയുന്നത്? ആള് ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ട് സാർ. ആര്, ഞാനോ? അല്ല, ഞങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ. ഹെൽമെറ്റ് ഒന്ന് എടുക്ക. ഈ ഫോട്ടോയിൽ കാണുന്ന ആളിന്റെ മുഖമാണോ നോക്കട്ടെ. ഇത് ഞാനല്ലേ? ഇവര് അങ്ങോട്ട് പോയി. കുറച്ച് വളരെ ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് ശ്രമിച്ചു.
കിട്ടി, നോക്കാം. പിന്നെ എന്റെ ഇതുവരെയുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എനിക്ക് പ്രതികളെ പിടിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ SMS എനിക്ക് കൂടിയേ തീരൂ. എനിക്ക് SMS അയക്കേണ്ട ഫോർമാറ്റ് കേരള പോലീസ് സ്പേസ് ശംഭു SHMB. പോലീസിന്റെ അന്വേഷണം വളരെ ശരിയായ ദിശയിലാണ്. ആദ്യം തൊട്ടേ ശരിയായ ദിശയിലാണ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നന്നായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ ശരിയാണോ? ദിലീപിന്റെ പേര് പറഞ്ഞിരുന്നു, ഉള്ളതാണോ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഒരു കാര്യം തുറന്നു പറയാം, ചിലരുടെ മാധ്യമ വിചാരകൾക്ക് ഇരിക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ കൊടുത്ത പരാതിക്ക് അനുസരിച്ചുള്ള മൊഴി കൊടുക്കാനാണ് ഞാനിപ്പോൾ പോകുന്നത്. ദയവേത് വളച്ചൊടിച്ചൊന്നും പറയരുത്. ഞാനൊരു സുന്ദരന, ഈ നാട്ടിലെ കിന്നര കോമണന, മതകാമിനിമാരുടെ കാമുകന, പണ്ടേ ഞാനൊരു വീരന. വീശമടിച്ചാൽ ഷാരൂഖ് ഖാൻ, ഞാൻ മസിൽ പിടിച്ചാൽ സൽമാൻ ഖാൻ. നീ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. നിന്നെ രക്ഷിച്ചത് ഞാനാ, ഞങ്ങളാ. നീ ധൈര്യമായിട്ടിരിക്ക്, ഞങ്ങളുടെ കൂടെ. മോന്റെ വീട് എവിടെയാണ്? നാടെവിടെയാണ്? മോനെ, മോനൊന്നുകൊണ്ട് പേടിക്കണ്ട. ഞങ്ങൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. എത്ര നേരമാണ് ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയടാ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ. യവ 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 കണ്ട, ഇവൻ ബദിരനും മൂങ്ങനുമാണ്. ചോദ്യം ചെയ്യലിന് ശേഷം നാദിഷയും ദിലീപും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ദിലീപ് ഞങ്ങളുടെ പരാതിയുടെ മൊഴിയെടുത്തു. ഈ കേസിനെ അനുബന്ധിച്ച എല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യത്തിൽ കൂടുതൽ എന്താ ഇൻവെസ്റ്റിഗേഷണൽ ഫൈൻഡിങ്സ് ആണോ, വി വിൽ നോട്ട് സേ. ദാറ്റ് ഈസ് നോട്ട്. സോറി സാർ, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. Stop there. Bye. We will meet. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ചതിച്ചല്ലോടാ നീ. Investigation is going on. Mr. Dilip has been arrested. We are questioning him. If anything comes which will be told to the public, to the people of Kerala, or to I will tell you. പോലീസാണ് താരം, സൂപ്പർ താരം, നല്ല മിന്നും താരം, കള്ളന്മാരെ കൊള്ളക്കാരെ വെൽക്കം ടു സെൻട്രൽ ജയിൽ. പോലീസാണ് താരം, സൂപ്പർ താരം, നല്ല മിന്നും താരം, കള്ളന്മാരെ കൊള്ളക്കാരെ വെൽക്കം ടു സെൻട്രൽ ജയിൽ. ജയിലിലേക്ക് പോവാമോനു. കുറ്റം ചെയ്തെങ്കിൽ ആരായാലും പോലീസിൻ്റെ പിടിയിൽപ്പെടും. അതായത് നിയമത്തിൻ്റെ കരങ്ങളിൽ കുറ്റവാളികൾ പെടുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആഭ്യന്തര വകുപ്പിന് ഇനിയിപ്പോ ആരുടെ മുമ്പിലും തല ഉയർത്തി നിൽക്കാം. എന്തായാലും ഞങ്ങൾ 5 കൊല്ലം തയ്ക്കും. 5 പോരെ സാർ. 60 കഴിഞ്ഞാൽ അധികാര രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്ന് പറയുന്നവർ നമ്മുടെ ശത്രുക്കളാണ്. എണീറ്റ് നടക്കാൻ വയ്യാതായാലും സാർ ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കണം. 7ാം ബ്ലോക്കിൽ പുതിയൊരു തെണ്ടി വന്നിട്ടുണ്ടല്ലോ. പാവപ്പെട്ട ഒരു പെങ്കൊച്ചിനെ റേപ്പ് ചെയ്തിട്ട് കമ്പി കുത്തി കയറ്റിയ തെണ്ടി. ഇവനൊക്കെ സർക്കാർ ചെലവിൽ എന്തിനാ സാറേ തീറ്റി പോട്ടനെ പിടിച്ചുപാടെ ഇവന്റെ ഒക്കെ ടാപ്പിങ്ങിന് മുറിച്ചെടുത്തിട്ട് പട്ടിക്കെട്ട് കൊടുക്കണം. എന്നിട്ട് കൈ പെണ്ണു കെട്ടി തൂക്കിക്കൊള്ളണം. ശരിയാടാ, ഇവനൊക്കെ ഇവിടെ കിടന്ന് തിന്നുന്ന തീറ്റയില് ആ പാവം പിടിച്ച പെങ്കുച്ചിന്റെ വീട്ടുകാർ കരം കൊടുക്കുന്ന കാശും കൊടുക്കണം. ഞാനെങ്ങാനായിരിക്കണം ജഡ്ജി. അതെങ്ങനെയാ? എറിയാനറിയാവുന്നവന്റെ കയ്യിൽ വടി കൊടുക്കൂ. ഗൾഫിലൊക്കെ ആണെങ്കിണ്ടല്ല, ആളാരാന്ന് പോലും നോക്കില്ല, അപ്പൊ തന്നെ തല വെട്ടിക്കളയും. ആ നിയമം ഇവിടെയും കൊണ്ടുവരണം. എന്നാൽ ഇവിടെ പെൺകുട്ടികൾക്ക് മാനം മര്യാദയായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നടി ആക്രമിക്കപ്പെട്ട ദിവസം തന്നെ പിന്തുണ പ്രഖ്യാപിച്ച് പ്രസംഗിക്കാനെത്തിയ സൂത്രധാരന്റെ നടന വൈഭവം വെളിപ്പെട്ടു. പിന്നീടുടനീളം
തന്നെ വേട്ടയാടുന്നുവെന്നാരോപിച്ച് മാധ്യമങ്ങൾക്ക് പഴി. നടിയെ അപമാനിച്ച് ടെലിവിഷൻ പ്രതികരണം പിന്നീട് തിരുത്തി. അമ്മ യോഗത്തിലും വൈകാരിക പ്രകടനം. ദിലീപ് ചിത്രമായ കിങ് ലയറിലെ കേന്ദ്ര കഥാപാത്രത്തെ അനുസ്മരിക്കും വിധം പെരും നുണകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ചീട്ടുകൊട്ടാരമാണ് തകർന്നു വീണത്. എടാ എന്താ എന്റെ പേര്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് തന്നെയാണ് നോക്കിപ്പോകുന്നത്. വളരെ ഭയക്കുന്ന, ഇത് സിനിമയിൽ സംഭവിച്ചു എന്നതിനേക്കാളപ്പുറം നമ്മുടെ നാട്ടിൽ സംഭവിച്ചു എന്നതാണ് ഏറ്റവും ദാരുണമായ, നമ്മളെ വിഷമിപ്പിക്കുന്ന ഒന്ന്. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ, ഇവനാണ് നടൻ. മീഡിയക്കാരോട് പ്രത്യേകിച്ച് പറഞ്ഞ് വാർത്തകൾ വളച്ചൊടിക്കാനല്ല ശ്രമിക്കേണ്ടത്. എൻ്റെ കൂടെയുള്ള ഇവിടെ വന്നിരിക്കുന്ന മമ്മൂക്ക വിളിച്ചപ്പോൾ തന്നെ എല്ലാവരോടും ഓടി വരികയുണ്ടായി. അത് മലയാള സിനിമാ കുടുംബത്തിലെ ഒരംഗത്തിന് സംഭവിച്ചു എന്നതിനേക്കാൾ അപ്പുറം കേരളം എന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി തന്നെയാണ്. അവന്റെ മുഖം കണ്ടാൽ അറിയാം ആള് മിടുക്കനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരാളാണ്. എനിക്ക് 17 വയസ്സൊരു മകളുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്. എന്റെ ജീവിതം എന്താണെന്ന് കേരള ജനതയ്ക്ക് മുമ്പിൽ തുറന്ന പുസ്തകമാണ്. ഞാൻ എന്താണെന്നുള്ളത്. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ, ഇവനാണ് നടൻ. ശരിക്കും പറഞ്ഞാൽ മനസ്സ് തകർന്ന് ജീവിതം മടുത്ത നിമിഷങ്ങളുണ്ടായ ദിവസങ്ങളായിരുന്നു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരുടെ അതിന്റെ സത്യാവസ്ഥ പോലീസ് കണ്ടുപിടിക്കണം എന്നുള്ളത് മറ്റാരേക്കാൾ കൂടുതൽ എന്റെ ആവശ്യമാണ്. കണ്ടില്ലേ അവന്റെ തന്ത്രം? അത് അവന്റെ പെങ്ങളല്ലേ ഉണ്ട. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ വടക്കുനാഥനെ സാക്ഷിയായിട്ട് ഞാൻ പറയുകയാണ്, മനസ്സാവാച്ച ഞാൻ അറിയാത്തൊരു തെറ്റിനാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഞാൻ ബലിയാടായി. എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, എന്റെ പ്രേക്ഷകരോട്. എന്നെ ഒരു മാധ്യമം വളർത്തി വലുതാക്കിയിട്ടില്ല. ഇവിടെ എന്നെ വളർത്തി വലുതാക്കി നിങ്ങളാണ്, എന്റെ പ്രേക്ഷകരാണ്. എനിക്ക് നിങ്ങളോട് മാത്രമേ സംസാരിക്കാനുള്ളൂ. എനിക്കിവിടെ വിശ്വാസമുള്ളത് ഈ ദൈവത്തിലും നിങ്ങളിലും ഇവിടുത്തെ ദൈവത്തിലും മാത്രമാണ്. നട്ടപ്പാതിര പട്ടാപ്പകലാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള നിന്റെ ശേഷിയുണ്ടല്ലോ. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് അങ്ങനെ ഒരു വിഷയം സംഭവിച്ചപ്പോൾ അതിൻ്റെ കൂടെ 100% ആ വേദനയിൽ പങ്കുകൊണ്ട് തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. ഒരർത്ഥത്തിൽ നീയല്ലേ രാജാവ്, പെരുന്നുണകളുടെ മഹാരാജാവ്, the king liar. I am going to divert my life to the multiplication and the multiplication of India. ആദ്യ പ്രതികരണത്തിൽ തന്നെ മാധ്യമങ്ങളുടെ വളച്ചൊടിക്കലിനെ കുറിച്ച് ദിലീപ് ഭയപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ചലച്ചിത്ര പ്രവർത്തകരുടെ അതേ കൂട്ടായ്മയിൽ സംഭവത്തിനു പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് ആദ്യ സൂചന നൽകിയതും മഞ്ജു വാര്യരായിരുന്നു. പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. മാറിയ അമ്മ മനസ്സ്. അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്തുകൊണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അദ്ദേഹത്തിന് അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനും. ഉണ്ണി ഗവൺമെന്റിന്റെ ഗസ്റ്റ് അല്ലേ? ഫുഡാണെങ്കിലോ 5 സ്റ്റാർ ഫുഡല്ലേ?